നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന SFI ആണല്ലോ. SFI പ്രതിക്കൂട്ടിലായതോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച CPM-ഉം LDF-ഉം പ്രതിരോധത്തിലായി എന്ന് പറയുന്നതിൽ ആശങ്കയില്ല, അതിശയവുമില്ല. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കുകയും 2 പാർട്ടി നേതാക്കളെ കൂടി ശിക്ഷിക്കുക കൂടി ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ആ ഹൈക്കോടതി വിധിയോടുകൂടി പൊതുസമൂഹത്തിൽ അക്രമ രാഷ്ട്രീയം വീണ്ടും ചർച്ചയായതിന് ഒപ്പമാണ് SFI അക്രമവും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. SFI നേതാക്കൾ ഹോസ്റ്റലിൽ വിചാരണ നടത്തി മർദ്ദിച്ചതിന് ശേഷമാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ്. ആ കാണപ്പെട്ടത് തന്നെ വലിയ പ്രശ്നമായി. ആ കേസിൽ പ്രതികളിലായവരിലും പിടിക്കപ്പെട്ടവരിലും ഭൂരിപക്ഷവും SFI നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നവരോ ആണ് എന്നതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് വാ തുറക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് CPM-ഉം CPM-ൻ്റെ ഇടതുമുന്നണിയുമൊക്കെ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എതിരാളികളെ കൊന്നുതള്ളുന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് CPM എന്ന് അടിവരയിടുന്നതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വധക്കേസിലെ വിചാരണ കോടതിയുടെയും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെയും വിധി എന്ന് പറയപ്പെടുന്നത്. പ്രതികൾക്ക് വ്യക്തിപരമായി ശത്രുത ഒന്നുമില്ലാതിരുന്ന ടി പി ചന്ദ്രശേഖരനെ പാർട്ടിക്ക് എതിര് നിന്നതിൻ്റെ പേരിലാണ് മൃഗീയമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇത് തന്നെയാണ് വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കേട്ടോ. കാരണം 51 വെട്ടുവെട്ടി ആ പാവത്തിനെ കൊന്നുകളഞ്ഞു. എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ഇളമുറക്കാരാണ് വാലന്റൈൻസ് ആഘോഷത്തിൻ്റെ പേരിൽ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിൽ വെച്ച് ഇങ്ങനെ സിദ്ധാർത്ഥിനെ നഗ്നനാക്കി 4 ദിവസം കെട്ടിയിട്ട് മർദ്ദിച്ചത് എന്നുള്ളതാണ്. അത് അവസാനിച്ചത് മരണത്തിലാണെന്ന് മാത്രം. ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അത് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന CPM-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്കാണ് CPM പോകുന്നത് എന്നുള്ളതാണ്. കാരണം TP പദത്തിലെ ഹൈക്കോടതി വിധിക്ക് അക്രമ രാഷ്ട്രീയം ചർച്ചയാകുകയായിരുന്നു. ആ ചർച്ചയാകുന്നതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ SFI അക്രമം കൂടി വരുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച CPM-ൻ്റെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രതീക്ഷയൊക്കെ അങ്ങ് വാങ്ങിവെക്കേണ്ടി വരും. BJP-യുടെ ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നവരുടെ കയ്യിലും ചോരക്കറയുണ്ട് എന്ന വിമർശനമാണ് പൂക്കോട് സംഭവത്തിലൂടെ ശക്തമാകുന്നത് എന്ന് പറയേണ്ടി വരുന്നു. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മുദ്രാവാക്യമാക്കിയിട്ടുള്ളൊരു വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്ന് പറയപ്പെടുന്നത്. സ്വതന്ത്രമായി ജീവിക്കുക എന്നത് ഏതോ ഒരാളുടെയും മൗലികാവകാശമാണ് എന്ന് പറയുമ്പോഴും കഴിയുന്നുണ്ടോ അതിന്? വിയോജിക്കാനും എതിർക്കാനുമുള്ള അവകാശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ഘടകമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം മറക്കുകയാണ്. ഇതെല്ലാം മറന്നുകൊണ്ടാണ് നേതൃത്വത്തിന് വഴങ്ങുന്നില്ല എന്നുള്ള കുറ്റത്തിനാണ് സിദ്ധാർത്ഥ് എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി വിചാരണ ചെയ്ത് മർദ്ദിച്ച് കൊന്നത് എന്ന് പറയേണ്ടി വരുന്നു. എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു വ്യവസ്ഥിതി ആഗ്രഹിക്കുന്ന സംഘടനയാണ് SFI എന്ന് പറയപ്പെടുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ സംഘടനയ്ക്ക് ചേർന്നതാണോ ഈ ആൾക്കൂട്ട വിചാരണയും പൈശാചിക രീതിയിലുള്ള മർദ്ദനവും? അത് ചോദ്യമായിട്ട് നിലനിൽക്കുകയാണെന്നും സ്വന്തം മുദ്രാവാക്യത്തോട് പോലും നീതി പുലർത്താത്ത സംഘടനയാണ് എന്നുള്ള വിമർശനം അതിവിടെ പൂക്കോട് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തോടെ SFIക്ക് മേൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, കത്തിക്കുത്ത്, PSCയിലെ പരീക്ഷയിലെ കൃത്രിമം കാണിക്കൽ, ചാപ്പകുത്തൽ എന്നുവേണ്ട ക്രിമിനൽ സ്വഭാവത്തിലുള്ള സംഭവങ്ങളുടെയൊക്കെ പിന്നിൽ ഇവരുണ്ട്. ആ സംഭവങ്ങളുടെയൊക്കെ ഒരു പരമ്പര തന്നെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കുറേ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ വിചാരണ ചെയ്ത് മർദ്ദിക്കുന്നതിനായിട്ട് ഇടിമുറിയും ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ ഉള്ളത് എന്നുള്ളത് വലിയ വെളിപ്പെടുത്തലാണ്. ഇടത് അധ്യാപക സംഘടനകളുടെ പ്രോത്സാഹനത്തിലും ആശീർവാദത്തിലുമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. പൂക്കോട് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നടന്ന മർദ്ദനമുറയ്ക്കും ഇടത് സംഘടനാ നേതാക്കളുടെ അല്ലെങ്കിൽ ഇടത് സംഘടനക്കാരായിട്ടുള്ള സർവകലാശാല ഡീനിൻ്റെ അറിവുണ്ടായിരുന്നു. ആ ഡീനിൻ്റെ അറിവും സംഭവവും അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ കോണുകളിൽ നിന്നും വിമർശനം ശക്തമായതോടെ ഇപ്പോൾ സംഭവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെത്തിയിട്ടുണ്ട്, നേതാക്കളെത്തിയിട്ടുണ്ട്, CPM സൈബർ ഹാൻഡിലുകളിലെ സ്ഥിരം ന്യായീകരണ തൊഴിലാളികളും എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഇതെല്ലാം പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി നേതൃത്വം തെറ്റിദ്ധരുത്തലിന് തയ്യാറാകുകയാണെന്ന ധാരണയാണ് തന്ത്രപൂർവ്വം ഈ ഇടപെടലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ
അങ്ങനെ തെറ്റിദ്ധരുത്തിയ ചരിത്രമല്ല CPM-നും SFIക്കും ഉള്ളത് എന്നുള്ളതാണല്ലോ നമുക്കറിയാവുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു 2016 ഏപ്രിൽ 31 സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അവരുടെ പ്രതീകാത്മകമായിട്ടുള്ള കുഴിമാടമൊരുക്കിയാണ് ഈ SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും അവരുടെ പ്രവർത്തകരും സ്വീകരണമൊരുക്കിയത്. ഈ സംഭവം വലിയ വിവാദമായി. ആ സംഭവം വിവാദമായപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം വരെ അതിനെ പരിഹാസ്യമായി ന്യായീകരിച്ചു എന്നുള്ളത്. വിദ്യാർത്ഥികളുടെ സർഗപ്രതിഭയുടെ പ്രകാശനമായ ആവിഷ്കാരമാണെന്നായിരുന്നു അന്ന് MA ബേബി എന്ന് പറയപ്പെടുന്ന വ്യക്തി ആ സഖാവിൻ്റെ ന്യായീകരണം എന്ന് പറയപ്പെടുന്നത്. സർഗപ്രതിഭകൾ തെറ്റിദ്ധരുതൽ ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാകാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. ഇനിയുമുണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച ഇതുപോലുള്ള ഏറെ ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മറ്റൊരു ഇടതു വിദ്യാർത്ഥി സംഘടനയുടെ തന്നെ വനിതാ നേതാവിനോട് പെരുമാറിയത് നമ്മൾ മറന്നു കാണില്ല. അത് എങ്ങനെയാണ് എന്നതും സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ് എന്നുള്ള വസ്തുത നമ്മളാരും മറന്നിട്ടില്ല. സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നിൽ SFI നേതാക്കളെന്ന് വന്നതോടെ ഉണ്ടായ ഒരു തിരിച്ചടിയുടെ ആഘാതമുണ്ടല്ലോ, ആ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രിമാരും ഒപ്പം തന്നെ നേതാക്കളും സൈബറിടങ്ങളിലെ പോരാളികളുമൊക്കെ ചേർന്നുകൊണ്ട് ഇപ്പോൾ വലിയ മാറ്റം ഇപ്പോൾ SFI നേതാക്കളെയൊക്കെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. TP വിധത്തിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് SFI പ്രതിയായപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ ദുരൂഹ മരണക്കേസും ഇങ്ങനെ ഓടിയെത്തിയതോടുകൂടി തിരഞ്ഞെടുപ്പ് ഗോതയിൽ എന്തും നേടാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന CPM-ഉം LDF-ഉം വിയർക്കുക തന്നെ ചെയ്യും, അതിൽ മാറ്റമൊന്നുമില്ല. അക്രമ രാഷ്ട്രീയത്തിനൊപ്പം ക്യാമ്പസുകളിലെ SFI ക്രിമിനൽ വാഴ്ച, ആ ക്രിമിനൽ വാഴ്ചയാണ് ചർച്ചയാകുന്നത്. CPM-നെ പ്രതിരോധത്തിലാക്കുന്നത് ഇത് മാത്രം മതി. BJP ഫാസിസത്തിനെതിരെ പോരാടുന്നവരുടെ കയ്യിലും ചോരക്കറയുണ്ട് എന്നുള്ള വിമർശനമാണ് ഇതിലൂടെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ക്യാമ്പസുകളിൽ ഇപ്പോൾ സിദ്ധാർത്ഥിനെ പോലുള്ളൊരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് പിന്നിൽ ആ കോളേജ് ക്യാമ്പസിലെ ഇടത് അധ്യാപക സംഘടനകളുടെ നേതാക്കളടക്കം ഡീനടക്കമുള്ളവരുണ്ട് എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ട ഒരു മനോഭാവമുണ്ടല്ലോ. സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കുട്ടികളെ വിദ്യാർത്ഥികളെ വരെ ഒറ്റിക്കൊടുക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം ഇതൊരു അധ്യാപകനും ചെയ്യരുത്. ഈ ഡീനിനെ പോലുള്ളവനെയൊക്കെ നാട് കടത്തുക, പടിയടച്ച് പിണ്ടം വയ്ക്കുക, ഇവനൊക്കെ ഒന്നും അധ്യാപകനേ അല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസ്കാരമില്ലായ്മയായി നിങ്ങളിതിനെ കണക്കാക്കരുത്. ഈ ഡീനിനെ പോലുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്? ഒരു വിദ്യാർത്ഥിയെ കൊലയ്ക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴും അതിന് മൗനാനുവാദം നൽകുന്ന തരത്തിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന അന്ധന്മാരായ ഇടത് അധ്യാപക സംഘടനകളുടെ നേതാക്കളെ, ഇതുപോലുള്ള അധ്യാപകരെ ഒരല്പം അശ്ലീല പദത്തോടുകൂടി തന്നെയാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനവും നിഗമനവും. പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവനെപ്പോലുള്ളവനെ പഠിക്ക് പുറത്താക്കുക, ഇവനൊന്നും ഒരു ക്യാമ്പസിലും ആവശ്യമില്ല, ഒരു സർക്കാരിനും ആവശ്യമില്ല. കാരണം ഇവനൊന്നും അധ്യാപകനെയല്ല. ഒരു വിദ്യാർത്ഥിക്കും ആവശ്യമില്ലാത്ത ഒരു അധ്യാപകനായി, ഒരു വൃത്തികെട്ടവനായി ഈ ക്യാമ്പസുകളിൽ ഇവനെപ്പോലുള്ളവർ ഉണ്ടാകരുത്. കാരണം ഇനിയും പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവ വികാസങ്ങൾ കേരളത്തിലെ ഒരു ക്യാമ്പസുകളിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇടത് അധ്യാപക സംഘടനകൾ, അതായത് SFI പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അകമഴിഞ്ഞ് സംഭാവന നൽകുന്ന ഈ ഇടത് അധ്യാപക സംഘടനകളെ തുരത്തുക തന്നെ വേണം. അതുകൊണ്ട് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാന് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടി വരും. കാരണം നമ്മുടെ ഗവർണറിനോട് ഞാനും യോജിക്കുന്നു. ബിക്കോസ് ദേ ആർ ക്രിമിനൽസ്, ബ്ലഡി ക്രിമിനൽസ്.